നമ്മൾക്ക് പുളിയവര വെച്ച് ഒരു ചൂണ്ടൽ തയ്യാറാക്കാം. ഇതിന് പുളിയവര 100 ഗ്രാം എടുത്ത് കഴുകി വെള്ളമൊഴിച്ച് 10 മണിക്കൂർ കുതിർക്കാനിടുക. അതിനുശേഷം കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളവും 1/2 സ്പൂൺ ഉപ്പും ചേർത്ത് കുക്കർ അടച്ച് 8 വിസിൽ വരെ വേവിക്കുക. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കുക്കർ തണുക്കാൻ വയ്ക്കുക. കുക്കർ തണുത്ത ശേഷം തുറന്ന് പുളിയവര വെന്തുവോ എന്ന് നോക്കുക. വേവ് പോരെങ്കിൽ വീണ്ടും കുക്കർ അടച്ച് ആവശ്യത്തിന് വെള്ളമുണ്ടോ എന്ന് നോക്കിയ ശേഷം 2 വിസിൽ വരെ വീണ്ടും വേവിക്കുക. ഇനി ചൂണ്ടൽ തയ്യാറാക്കാം. ഇതിനെ ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാനിലേക്ക് 1 സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. എണ്ണയിലേക്ക് 1/2 സ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വേവിച്ച പുളിയവര വെള്ളം മാറ്റി ഇടുക. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളക്കടല ചൂണ്ടൽ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്ത മസാല ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ മല്ലി, 1/2 സ്പൂൺ കടലപ്പരിപ്പ്, കായം, 2 വറ്റൽമുളക് എന്നിവ സിമ്മിൽ വറുത്ത് പൊടിച്ച പൊടിയാണ് ചേർക്കുന്നത്. കടല ചൂണ്ടലിന് നമ്മൾ ഇതാണ് ചേർത്തത്. കുറച്ച് തേങ്ങ കൂടി ചേർത്താൽ സ്വാദിഷ്ടമായ പുളിയവര ചൂണ്ടൽ റെഡി. കഞ്ഞിക്ക് നല്ലൊരു സൈഡ് ഡിഷാണ് ഈ പുളിയവര ചൂണ്ടൽ. കൂടാതെ 4 മണിക്ക് കുറിക്കാൻ ഇതുപോലെ ചൂണ്ടൽ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.